നമസ്കാരം. നമസ്കാരം സർ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്ത് കാര്യം പറഞ്ഞാലും അഡിക്ഷൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ് അഡിക്ഷൻ. കൗൺസിലിംഗ് വരുന്നവരാണെങ്കിലും കുട്ടികളുടെ അഡിക്ഷൻ, അല്ലെങ്കിൽ ഫാമിലിയിലെ ഓരോ മെമ്പറിൻ്റെ അഡിക്ഷൻ എന്നുള്ള ആ ഒരു വേർഡുമായിട്ടാണ് കടന്നു വരുന്നത്. അപ്പോൾ എന്താണ് അഡിക്ഷൻ? അഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ടേമാണ്. ലൈഫിൽ എല്ലാ കാര്യവും നമ്മൾ അഡിക്ഷൻസാണ്. നമ്മൾ എല്ലാ കാര്യത്തിലും അഡിക്റ്റഡാണ്. ഒരു ഉദാഹരണത്തിന്, രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ഒരു ചായ കിട്ടണമെന്ന് ഒരുപാട് പേർക്ക് അഡിക്ഷനുണ്ട്. ഒരു ന്യൂസ് പേപ്പർ വേണമെന്ന് അഡിക്ഷനുണ്ട്. ഇന്നത്തെ അഡിക്ഷൻ എന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. രാവിലെ എണീറ്റ ഉടൻ തന്നെ മൊബൈലെടുത്ത് വാട്സാപ്പിലും എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് അപ്പം തന്നെ ചെക്ക് ചെയ്യും. അപ്പോൾ എല്ലാം അഡിക്ഷനാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ട് നമ്മളെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് അഡിക്ഷൻസിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ അഡിക്ഷൻസ് ആണ്. ഇമോഷണൽ അഡിക്ഷൻസും അതിൻ്റെ ഇമ്പാക്റ്റ്, നമ്മുടെ ഡെയിലി ലൈഫിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്. ഒരാൾക്ക് ദേഷ്യമുണ്ട്. ആക്ച്വലി പറഞ്ഞാൽ ഇയാൾ ദേഷ്യത്തിൽ അഡിക്റ്റഡ് ആണ്. ദേഷ്യത്തിൻ്റെ അഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്യണത് ആദ്യമായിട്ട് ഈ ദേഷ്യം പറഞ്ഞത് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ, ദേഷ്യം ഉണ്ടാക്കേണ്ട ഒരു ഇഷ്യൂ വന്നപ്പോൾ അയാൾ അഡിക്റ്റഡായി. അപ്പോൾ ആ ദേഷ്യത്തിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടും. ബോഡിയിൽ ദേഷ്യം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കെമിക്കൽ സെക്രീറ്റ് ചെയ്യും. കുറേ കെമിക്കൽ അവിടെ ബോഡിയിൽ തന്നെ കിടക്കും. പിന്നെ അതിനേക്കാൾ കുറഞ്ഞ കാര്യം മതി ദേഷ്യം. നമ്മളറിയാതെ കുറച്ച് ദേഷ്യം വന്ന് ചിലപ്പോൾ ഒരു ദിവസത്തിൽ 2-3 കാര്യത്തിലായിരിക്കും ദേഷ്യം വന്നത്. കുറേ കഴിയുമ്പോൾ, എക്സാക്ട്ലി പറഞ്ഞാൽ ഒരു 90 ഡേയ്സ് കഴിയുമ്പോൾ എല്ലാ കാര്യത്തിലും, ചുറ്റുമുള്ള എല്ലാ കാര്യത്തിലും ദേഷ്യം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ തിരഞ്ഞു പിടിച്ച് ഇയാൾ ദേഷ്യം കാണിക്കും. വെറുതെ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ആരെങ്കിലും ഒരു ആൾ ക്രോസ് ചെയ്യാൻ വന്നാൽ തന്നെ ഇയാളെന്താ ക്രോസ് ചെയ്യണം? ഇങ്ങനെ ഇയാൾക്ക് ആ സിബ്ര ലൈനിൽ കൂടെ ക്രോസ് ചെയ്തൂടെ? ദേഷ്യം. ഒരാൾ ബാക്കിൽ നിന്ന് ഹോൺ അടിച്ചാൽ ഇയാൾക്ക് ദേഷ്യം വരും. കാരണം ദേഷ്യമുണ്ടാകാനുള്ള കാര്യങ്ങൾ തിരഞ്ഞു പിടിച്ച് ദേഷ്യം ഉണ്ടാവുകയാണ്. ഇയാൾ അഡിക്റ്റഡായി, ദേഷ്യത്തിൽ അഡിക്റ്റഡായി കഴിഞ്ഞാൽ ഇയാളുടെ ഹെൽത്തിന് ഭയങ്കര ചലഞ്ചാണ്. ഹെൽത്ത് ഇഷ്യൂസ് കുറേ വരും. ഞാൻ ആ സൈഡിലോട്ട് ഇനി ഇപ്പോൾ പോകുന്നില്ല, അത് വേറൊരു വീഡിയോയിൽ പറയാം. അതിൽ കുറേ ഹെൽത്ത് ഇഷ്യൂസ് വരും. പിന്നെ അയാൾക്ക് ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക്, ഇയാളുടെ വൈഫായിരിക്കും, കുട്ടികളായിരിക്കും, ഇയാളുടെ പാരൻസ് ആയിരിക്കും, ഇയാളുടെ സിബ്ലിങ്സ് ആയിരിക്കും, ഇയാളുടെ ഫ്രണ്ട്സ് ആയിരിക്കും, ഇയാൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫായിരിക്കും. ഇവരെല്ലാവർക്കും ഇയാളുടെ ദേഷ്യം കാര്യം അഫക്റ്റഡ് ആണ്. സോ ഹീ ഈസ് അഡിക്റ്റഡ് ടു ആങ്കർ. ഇതുപോലെ സങ്കടത്തിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ ദേഷ്യത്തിൽ, സങ്കടത്തിൽ, അങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യത്തിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്താ പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും ആ വ്യക്തി സ്ട്രഗിൾ ചെയ്യണമെന്ന്. അല്ല, അയാൾക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അയാൾ എൻജോയ് ചെയ്യാണ്. സർ പറയുന്നത് വെച്ചാൽ നെഗറ്റീവ് ആണെങ്കിലും അതൊരു അഡിക്ഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും. നമ്മൾ നോർമലി പറയുന്ന വെച്ചാൽ പോസിറ്റീവ് ഉള്ള കാര്യങ്ങളാണ് അഡിക്ഷൻ കൂടുതൽ പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് പിന്നെയും ചെയ്യും. പോസിറ്റീവ് നെഗറ്റീവ് എന്ന കാര്യമില്ല. എന്ത് കാര്യവും 90 ഡേയ്സ് 21 ഡേയ്സ് ആകുമ്പോൾ ഇയാൾക്ക് അതൊരു ഹാബിറ്റായിട്ട് മാറും. 21 ഡേയ്സ് ആകുമ്പോൾ 21 ഡേയ്സ് കഴിയുമ്പോൾ എന്താവും? പിന്നെ അത് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാണ്. 90 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഇയാൾ അഡിക്റ്റഡ് ആവും. 21 ഡേയ്സ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനും 90 ഡേയ്സ് അഡിക്ഷനായിട്ട് മാറും. ഇത് ഇമോഷൻസിൻ്റെ കാര്യം. ഫിസിക്കൽ പെയിൻ, ഒരാൾക്കൊരു നീ പെയിൻ ഉണ്ട്. 90 ഡേയ്സ് ആയി കഴിഞ്ഞാൽ ഇയാൾക്ക് നീ പെയിൻ ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. കാരണം 24 മണിക്കൂറിനെ പറ്റി ആലോചിച്ച് ആ പെയിൻ ഈസ് ഗിവിങ് എ പ്ലഷർ. ആ പെയിൻ ഒരു പ്ലഷർ കിട്ടിക്കൊണ്ടിരിക്കും. ശരിക്കും ഇവരങ്ങനെ ഇത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ
ഒരു എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ ശരിക്കും സഫർ ചെയ്യണം. ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ അഡിക്റ്റഡ് ഈ ഇമോഷൻസിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വിചാരിക്കുന്നത് ഇത് ഞാൻ ദേഷ്യമുള്ള ആളാണ് എന്നാണ്. വേണമെന്നില്ല. ഇതെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. ഈ ദേഷ്യം മാറ്റാൻ പറ്റും, പേടി മാറ്റാൻ പറ്റും. പേടി അഡിക്ഷനാണ്. സങ്കടം മാറ്റാൻ പറ്റും. ഇത് മാറ്റേണ്ട ഒരാവശ്യം കൂടെയുണ്ട്. നമുക്ക് എന്ത് വൈബ്രേഷനാണുള്ളത്? ദേഷ്യത്തിൻ്റെ വൈബ്രേഷനാണ് എനിക്കുള്ളതെങ്കിൽ ദേഷ്യം വരാനുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് സങ്കടത്തിൻ്റെ വൈബ്രേഷനാണ് എങ്കിൽ കൂടുതൽ സങ്കടം കിട്ടാനുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ചൂസ് ചെയ്യണം, ദേഷ്യം വേണോ സങ്കടം വേണോ എന്ന്. ദേഷ്യം, സങ്കടം, പേടി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം പോസിറ്റീവായിട്ടുള്ള കാര്യത്തിൽ അഡിക്ഷൻ ആകാൻ പറ്റുമല്ലോ. നെഗറ്റീവ് കാര്യങ്ങൾ അഡിക്ഷനാണ്. പോവർട്ടിയിലെ ദാരിദ്ര്യം അത് അഡിക്ഷനാണ്. അത് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. കടം അഡിക്ഷനാണ്. ഒരു കടമുള്ള ആൾ എപ്പോഴായാലും കൂടുതൽ കടത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അഡിക്ഷൻ. കടമില്ലാതെ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം എനിക്കൊരു ക്ലയൻറ്റ് വന്നു. ഇയാൾക്കൊരു 14 ലക്ഷത്തിൻ്റെ ഒരു കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾക്കൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. പ്രോപ്പർട്ടി വിറ്റു, കടം തീർത്തു. ബാലൻസ് ഒരു 5-6 ലാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 5 ലക്ഷം 6 ലക്ഷം ഉണ്ടല്ലോ. ഇയാൾ എന്ത് ചെയ്യുന്നറിയാമോ? 5 ലക്ഷം 6 ലക്ഷം രൂപ ഒരു കാറിന് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് 24 ലക്ഷം രൂപയുള്ള ഒരു കാറ് മേടിച്ചു. അപ്പോൾ എത്ര കടമായി? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് സാറേ? അത് അടയ്ക്കാം. ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല കേട്ടോ. ഇവർ ഇതിൽ കടത്തിൽ അഡിക്റ്റഡാണ്. പ്രോസ്പെരിറ്റിയിൽ അഡിക്റ്റഡ് ആയിക്കൂടെ? പ്രോസ്പെരിറ്റിയിൽ അഡിക്റ്റഡ് ആവാം, സന്തോഷത്തിൽ അഡിക്റ്റഡ് ആവാം, സമാധാനത്തിൽ അഡിക്റ്റഡ് ആവാം. ഇതൊക്കെ വളരെ സിമ്പിളാണ്. പല പ്രോസസ്സുകളും ഇന്നുണ്ട്. ഈ അഡിക്ഷൻ വളരെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. എത്ര ദേഷ്യമുള്ള ആളിനെയും ദേഷ്യം വളരെ പെട്ടെന്ന് മാറ്റാൻ പറ്റും. സങ്കടമുള്ള ആളുടെ ഇതെല്ലാം വളരെ പെട്ടെന്ന് മാറ്റാൻ പറ്റും. ഇത് ജീവിതകാലം മുഴുവൻ ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യം ഇല്ല. സിമ്പിളാണ്. ഓക്കെ. സോ ദേഷ്യം മാറ്റി, സങ്കടം മാറ്റി, കടത്തിൻ്റെ അഡിക്ഷൻ മാറ്റി, ഒരു പുതിയ ആളായിട്ട്, അല്ലേ? അതല്ലേ ആവശ്യം? ഒരു പുതിയ ആളായിട്ട് നമുക്ക് ആവാൻ പറ്റും. സാർ പറയുന്നത് വെച്ചാൽ നമുക്ക് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്ഥിരമായിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നാൽ അത് ഹാബിറ്റായിട്ട് മാറിയിട്ട് പിന്നെ അത് അഡിക്ഷനായിട്ട് മാറും. സ്ഥിരമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം ഒരു 4-5 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ഫീല് കിട്ടും. പിന്നെ അത് പതുക്കെ പ്രാക്ടീസ് ചെയ്യും അഡിക്ഷനായിട്ട് മാറും. ഓക്കെ. എന്ന് വെച്ചാൽ നമ്മൾ അറിയാണ്ട് നമ്മൾ അതിലൂടെ അങ്ങ് ജീവിക്കും. പിന്നെ ഓക്കെ, പിന്നെ അറിയാണ്ട് ജീവിച്ചിട്ടാണ് ആവുന്നത്. ഈ 90 ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ അതൊരു പെർമനൻ്റായി. അപ്പോൾ അത് നമ്മളുടെ ലൈഫിൽ നിന്ന് എന്താ പറയുക, സാർ പറഞ്ഞ പോലെ ഈ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയും അല്ലേ, നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ ലൈഫിന് ഏറ്റവും കൂടുതൽ ആവശ്യകത എന്താണ് നോക്കി കണ്ടെത്തി അതിലൊരു ഹാബിറ്റാക്കി അഡിക്ഷനാക്കി മാറ്റുക. 2 വഴി. നെഗറ്റീവായിട്ടുള്ള അഡിക്ഷൻ ആണെങ്കിൽ നമ്മൾ താഴോട്ട് പോകും. പോസിറ്റീവായിട്ടുള്ള അഡിക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, അബണ്ടൻസിലോട്ട്, പ്രോസ്പെരിറ്റിയിലോട്ട്, ഹാപ്പിനെസ്സിലോട്ട്. നമുക്ക് ജീവിതം തന്നിരിക്കുന്നത് സന്തോഷമായിട്ട് ജീവിക്കാനാണ്. അങ്ങനെയല്ല എല്ലാവരും പറയണത്. ജീവിക്കാം. അഡിക്ഷൻസ് മാറ്റിയാൽ മതി. അഡിക്ഷൻസ് മാറ്റൂ, സന്തോഷമായിട്ട് പ്രോസ്പെരിറ്റിയോടുകൂടി ജീവിക്കൂ. സാർ പറഞ്ഞു, നമ്മളിപ്പോൾ എക്സാമ്പിൾ മദ്യപാനം, അതൊരു ആദ്യം ജസ്റ്റ് ഒന്നൊരു കമ്പനി സേക്കിന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് വീണ്ടും അത് നമ്മൾ യൂസ് ചെയ്ത് പിന്നെ ഒരു ഹാബിറ്റായിട്ട് മാറി അഡിക്ഷനായിട്ട് മാറുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. സ്വയമേ നമ്മൾക്ക് ഈ അഡിക്ഷൻ നമ്മൾക്ക് മാറ്റാൻ കഴിയുമോ? പ്രയാസം. മീൻസ് ആരെങ്കിലും ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്. കാരണം ഇതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൽ ആ പ്രോഗ്രാം ആയി കഴിയും. സബ് കോൺഷ്യസ് മൈൻഡിൽ പുതിയ പ്രോഗ്രാം, ഒരു റീപ്രോഗ്രാമിങ് ചെയ്താൽ മാത്രമേ ഈ അഡിക്ഷൻസ് മാറ്റാൻ പറ്റത്തുള്ളൂ. സ്വയം മാറാൻ പറ്റില്ല എന്നില്ല, മാറാം.
ഒരു 100 പേരിൽ 1-2 പേർക്ക് സ്വന്തമായിട്ട് ആലോചിച്ച് തീരുമാനിച്ച് മാറ്റാം. പക്ഷേ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ ഒരു അഡിക്ഷൻ മാറ്റാൻ പറ്റും. അല്ല എങ്കിൽ സർ പറഞ്ഞ പോലെ അല്ല എങ്കിൽ ഒരു ടെൻഡൻസി ഉണ്ടാവും. നമ്മൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ വീണ്ടും നമ്മൾ അതിലോട്ട് പെട്ടുപോകും. എക്സാമ്പിൾ ഇപ്പോൾ മദ്യപിക്കുന്ന ആൾക്കാർ അതുപോലെ അല്ലേ, അതിനാണ് ട്രിഗർ എന്ന് പറയുന്നത്. ട്രിഗർ. ഓക്കെ. ട്രിഗറിങ് ഫാക്ടേഴ്സ് വരുമ്പോൾ നമ്മൾ അതിൽ വീണ്ടും ചെന്ന് പെട്ടുപോകും. അപ്പോൾ ഒരാളുടെ സപ്പോർട്ടോടു കൂടി മാറ്റുകയാണെങ്കിൽ, ഒരു തെറാപ്പിയുടെ സഹായത്തോട് മാറ്റുകയാണെങ്കിൽ ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് വീക്കൻ ചെയ്യാൻ പറ്റും. ഈ ട്രിഗറിങ് ഫാക്ടർ വീക്കൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രിഗർ ആവത്തില്ല. പിന്നെ അഡിക്ഷൻസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ ഗെറ്റ് ഡി അഡിക്റ്റഡ്. സർ പറഞ്ഞതനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു അഡിക്ഷൻ ആയിക്കഴിഞ്ഞൊരു ഫാക്ടർ അഡിക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കൊരു ഗൈഡ് മീൻസ് കൗൺസിലിങ്ങിനോ എന്തെങ്കിലും പോയിട്ട് ആ അഡിക്ഷൻ ഒന്ന് മാറ്റി ഒരു എന്താ പറയുക ഒരു പുതിയൊരു വ്യക്തിയായിട്ട് മാറുക. ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് മാറ്റുമ്പോൾ ഈ കൗൺസിലിംഗ് മാത്രമല്ല, വിത്ത് തെറാപ്പീസ്, ഒത്തിരി തെറാപ്പീസ് ഉണ്ട്. ആ തെറാപ്പിയിലൂടെ നമ്മളുടെ അഡിക്ഷൻ മാറ്റി നമ്മളൊരു പുതിയൊരാളായിട്ട് മാറുക. ഓക്കെ. അപ്പോൾ ഇത്രയും അഡിക്ഷനെ കുറിച്ച് കൂടുതലായിട്ട് എന്താണെന്ന് സാറ് വിശദീകരിച്ചല്ലോ. അപ്പോൾ സാറിന് ഒത്തിരി നന്ദി. Get de-addicted. Thank you.